ഹായ് ഫ്രണ്ട്സ്, ന്യൂജനൈസ്മിത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് കൊണ്ടുവന്ന ഒരു LED ടോർച്ച് ലൈറ്റാണിത്. ഇത് നമുക്ക് ടേബിൾ ലാമ്പായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള മോഡൽ. അപ്പോൾ ഇത് നമുക്ക് 20 രൂപയ്ക്കാണ് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇതിൻ്റെ ബാറ്ററി ബൾജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ചാർജിങ് മൊഡ്യൂളായിട്ടുള്ള അതിൻ്റെ മെയിൻ ബോർഡും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതൊരു സാധാരണക്കാരനും ഇത്തരത്തിലൊരു കംപ്ലൈൻറ്റ് വന്നാൽ എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ ബോർഡ് ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ബോർഡിൻ്റെ കമ്പോണൻസ് റിപ്പയർ ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. പകരം നമ്മൾ ഇതിൽ ഒരു എക്സ്റ്റേണൽ ബാറ്ററി കൊടുത്ത് അതിലൊരു പവർ സപ്ലൈ ഉപയോഗിച്ച് ഇത് വർക്ക് ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ബാറ്ററിയും ഈ ബോർഡും എല്ലാം ഇതിന് ഇളക്കി മാറ്റുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ സ്വിച്ചിന് കൂടി ചെറിയ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. അതായത് സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുമ്പോൾ കറക്റ്റ് പവർ നമ്മുടെ ലൈറ്റിലേക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വിച്ച് കൂടി നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചിലവ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ ബാറ്ററി വാങ്ങിയത് നമ്മുടെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ ശരിയാക്കുന്ന കടയിൽ നിന്നാണ്. ലാപ്ടോപ്പിൻ്റെ ബാറ്ററി കേസ് വാങ്ങിയിട്ട് അത് പൊളിച്ചാണ് നമ്മൾ ഈ ബാറ്ററി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാറ്ററിക്ക് നമുക്ക് ചിലവൊന്നും ആയിട്ടില്ല. ഇത്തരത്തിലുള്ള ലാപ്ടോപ്പ് ബാറ്ററികളിൽ കൂടുതലായും കംപ്ലൈൻറ്റ് വരുന്നത് അതിൻ്റെ ബോർഡിനും അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 ബാറ്ററിയും മാത്രമായിരിക്കും. അപ്പോൾ നമുക്കൊരു ലാപ്ടോപ്പ് ബാറ്ററി കിട്ടിയാൽ അതിൽ ഏകദേശം ഒരു 3 മുതൽ 4 വരെ ബാറ്ററികൾ കാണുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബാറ്ററികൾ ചിലപ്പോൾ നമുക്ക് ഒരു 10-20 രൂപയ്ക്കും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള കടകളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 3 ബാറ്ററി എടുത്ത് അത് കണക്ട് ചെയ്ത് ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് ഇത്തരത്തിലുള്ള ഒരു കണക്ടറാണ്. അതായത് 12 വോൾട്ടിൻ്റെ ചാർജർ ഈ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കണക്ടർ വാങ്ങിയത്. ഒട്ടുമിക്ക എല്ലാ ഇലക്ട്രോണിക് ഷോപ്പുകളിൽ നിന്നും നമുക്ക് ഇത്തരത്തിലുള്ള കണക്ടർ വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ഓൺലൈനിൽ നിന്നും നമുക്കിത് വാങ്ങിക്കാവുന്നതാണ്. അതുകൂടാതെ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഓൺ ഓഫ് സ്വിച്ചാണ്. ഇതിലിരുന്ന സ്വിച്ച് നമ്മൾ കംപ്ലൈൻ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത് മാറ്റിയതിന് ശേഷം അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഇത്തരത്തിലുള്ള ഒരു ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഓൺ ഓഫ് സ്വിച്ചിനും ഈ കണക്ടറിനും വേണ്ടി, അതായത് 12 വോൾട്ടിൻ്റെ കണക്ടറിനും കൂടെ നമുക്ക് ചിലവായത് ആകെ 30 രൂപയാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി 50 രൂപയാണ് ചിലവായിട്ടുള്ളത്. ഈ ലൈറ്റിൻ്റെ സ്ക്രാപ്പിൽ നിന്ന് വാങ്ങിയ ചിലവ് ഉൾപ്പെടെ മൊത്തത്തിൽ 50 രൂപയാണ് ഇത് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ചിലവായിട്ടുള്ള തുക. അപ്പോൾ ഈ കണക്ടർ കൂടി നമ്മളിതിൽ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ഒരു 12 വോൾട്ടിൻ്റെ ചാർജർ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ 12 വോൾട്ട് ചാർജറിൽ നിന്ന് വരുന്ന ലൈന് ഡയറക്റ്റ് ഈ ബാറ്ററിയിൽ കണക്ട് ചെയ്യുക. അപ്പോൾ അത് അതിൽ ചാർജ് കയറുന്നതാണ്. അതേ സമയത്ത് നമ്മൾ ബാറ്ററിയിൽ നിന്ന് ഔട്ട് എടുത്ത് അതൊരു സ്വിച്ച് വഴി ഈ ലൈറ്റിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഒരു പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ സ്വിച്ച് ഓണാക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഓണാക്കിയാൽ 12 വോൾട്ട് ഡയറക്റ്റ് ഈ LED പോവുകയും LED ബേണായി പോകാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് ചാർജ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓണാക്കിയാൽ നല്ല രീതിയിൽ ഇത് പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ.